ജനവിരുദ്ധ ഭരണത്തിന്റെ ജനകീയ വിചാരണ എന്ന പ്രമേയത്തിൽ മുസ്ലിം ലീഗ് നടത്തിയ ത്രിദിന ഗ്രാമ യാത്രയ്ക്ക് ഉജ്ജ്വല സമാപ്തി. വെള്ളിയാഴ്ച പുത്തനായി താഴെ പുളിയക്കോട് നിന്നും ആരംഭിച്ച യാത്ര ഞായറാഴ്ച വൈകിട്ട് 8 മണിയോടെ തരിശിൽ സമാപിച്ചു. സമാപന ദിവസത്തെ യാത്ര വണ്ടൂർ നിയോജക മണ്ഡലം ലീഗ് പ്രസിഡന്റ് ഖാലിദ് മാസ്റ്റർ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തരിശിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് NK അഫ്സലുർ റഹ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി. വൈസ് ക്യാപ്റ്റൻ MK മുഹമ്മദ് അലി, ഡയറക്ടർ P നാസർ, ചീഫ് കോർഡിനേറ്റർ M ഫിയാസ്, പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളായ NK അബ്ദുറഹ്മാൻ, K മുഹമ്മദ് മാസ്റ്റർ, P ഇമ്പിച്ചിക്കോയ തങ്ങൾ, MK ഹംസക്കുട്ടി, സലാം ഫൈസി, KT ഷിഹാബ്, ഹംസ സുബ്ഹാൻ, റസാഖ് മാട്ടുമൽ, മാനു ചോലശ്ശേരി, PK അബ്ദുറഹ്മാൻ, PH സുഹൈൽ, കബീർ കക്കറ, ശൈലേഷ് ഖാൻ, നൌഷാദ് അലി കുരിക്കൽ, CK അഷ്റഫ്, ജാഫർ പുൽവട്ട, അഡ്വക്കേറ്റ് ബാദുഷ, ആദിൽ ജഹാൻ, MP സിറാജ് തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകി. ജനകീയ വിചാരണ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരുവാരക്കുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ത്രിദിന പദയാത്രയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. വെള്ളിയാഴ്ച 4 മണിക്ക് പുത്തനയിൽ നിന്ന് ആരംഭിച്ച് വിവിധ ഗ്രാമപ്രദേശങ്ങൾ സഞ്ചരിച്ച് വാക്കോട് സമാപിക്കുകയും ഇന്നലെ കണ്ണത്ത് നിന്ന് ആരംഭിച്ച് വിവിധ പ്രദേശങ്ങളിൽ പ്രചരണം നടത്തി ജനകീയ വിചാരണ നടത്തി മഞ്ഞൾപ്പാറയിൽ സമാപിക്കുകയും ചെയ്ത് ഇന്ന് ഇവിടെ നിന്ന് ആരംഭിച്ച് പയ്യാക്കോട് വഴി പുൽവട്ട, കക്കറ, തുരുമ്പോട തുടങ്ങിയ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് തരിശിൽ സമാപിക്കുകയും വീണ വിജയന് ED നോട്ടീസ് അയച്ചു. ആ നോട്ടീസിനെ സ്വീകരിക്കാനോ നോട്ടീസ് അനുസരിച്ച് ഹാജരാകാനോ വീണ വിജയൻ തയ്യാറായില്ല, അല്ലെങ്കിൽ സാധിച്ചില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ മകനെതിരായി 2023 2 വർഷങ്ങൾക്ക് മുമ്പ് നോട്ടീസ് അയച്ചു എന്ന് പറയുന്നു. പക്ഷേ ആ നോട്ടീസ് അനുസരിച്ച് പിണറായി വിജയൻ്റെ മകൻ EDക്ക് മുമ്പാകെ ഹാജരായില്ല എന്ന് പറയുന്നു. അടിക്കടി പിണറായി വിജയൻ ഡൽഹിയിൽ പോകുന്നു, മുഖ്യമന്ത്രിക്ക് പാരിതോഷികങ്ങൾ നൽകുന്നു, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് പാരിതോഷികങ്ങൾ നൽകുന്നു. സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ യാതൊരു ശ്രദ്ധയുമില്ല. നമ്മുടെ ചൂരൽമല ദുരന്തത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള നഷ്ടങ്ങൾ കണക്കാക്കി ആവശ്യമായ തുക ലഭിക്കാനുള്ളൊരു കാര്യവും ഈ ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 5 വർഷമായി കരുവാരക്കുണ്ട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി, CPMൻ്റെ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണപരമായ കഴിവുകളും പോരായ്മകളെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ വേണ്ടില്ല. കാരണം നിങ്ങൾക്കറിയാം, 2 മാസം കൂടെ കഴിഞ്ഞാൽ വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഉള്ള സമയമായി. ഡിസംബർ മാസം വന്നാൽ വീണ്ടും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. കഴിഞ്ഞ 2020 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് CPM ഇവിടെ അധികാരത്തിലേറിയത്. ഇവിടെ പാരമ്പര്യമായി മുസ്ലിം ലീഗും കോൺഗ്രസും UDFുമാണ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് ഭരിച്ചു പോന്നിട്ടുള്ളത്. കഴിഞ്ഞ 20 നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും കോൺഗ്രസും മുന്നണി സംവിധാനമില്ലാതെ തമ്മിലടിച്ചപ്പോൾ CPM ജയിച്ചു. ഈ പുൽവട്ടടക്കം CPMൻ്റെ മെമ്പർമാരാണ് ജയിച്ചത്. അങ്ങനെ 13 മെമ്പർമാരുമായി CPM അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളൊക്കെ ആശങ്കപ്പെട്ടു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ വലിയ ബേജാറിലേ. കാരണം എന്താ അറിയോ, സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയനാണ്, CPM ആണ്. കരുവാരക്കുണ്ട് ഭരിക്കുന്നതും CPM ആണ്. ഈ 2 ഭരണം ഉപയോഗപ്പെടുത്തി ഈ നാട്ടിൽ അവർ പലതും ചെയ്യും, നല്ല കാര്യങ്ങളൊക്കെ കുറെ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ 5 കൊല്ലം പിന്നിട്ടപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു വികസനം കരുവാരക്കുണ്ടിൽ ഈ പാർട്ടി കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല, നടത്തിയ വികസനങ്ങളിൽ മുഖ്യമായി അവർ നടത്തിയത് അഴിമതിയാണ്. ഓരോന്ന് എണ്ണി പറയുന്നില്ല. ഇന്നലെ ഞാൻ അരിമണലിൽ പറഞ്ഞതിന് വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ടെന്ന് ഫേസ്ബുക്കിലൂടെ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അരിമണലിൽ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയ കാര്യം ഞാൻ പറഞ്ഞു. എവിടുന്നാ പൈസ കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞു. ചീനിപ്പാടത്തെ സ്ഥലം പൊട്ടിപ്പൊളിച്ച് അതിൽ നിന്ന് പൈസ വാങ്ങിയ കഥ പറഞ്ഞു. അതുപോലെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വികസനം ഇല്ല എന്ന് പറഞ്ഞു.
ഞങ്ങൾ കൊണ്ടുവന്ന വികസനം ഞങ്ങൾ ഒരുപാട് എണ്ണി പറഞ്ഞു. ഗവർണർ ജ്യോതി വെങ്കടാചലത്തിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മലയാളക്കരയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തും സ്പീക്കർ സ്ഥാനത്തും ഇരുന്ന ഒരേ ഒരു വ്യക്തിയെ ഉണ്ടായിട്ടുള്ളൂ. ആ റെക്കോർഡ് ഇതുവരെ ആരും മറികടന്നിട്ടില്ല. അത് CH മുഹമ്മദ് കോയ സാഹിബിന് മാത്രമുള്ള ഒരു റെക്കോർഡാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇവിടെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പദയാത്രയിലെ മുദ്രാവാക്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കേരളത്തിൻ്റെ തെരുവുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് തെരുവുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ, UDF അല്ലാത്ത മറ്റ് പഞ്ചായത്തുകൾക്കെതിരെയൊക്കെ ജനങ്ങൾ അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങളെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് വന്നവരാണ് ഈ നാട്ടിലുള്ള പ്രാദേശിക ഭരണകൂടവും കേരളത്തിലെ സർക്കാരുമൊക്കെ. പക്ഷെ ജനവിരുദ്ധ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ പൊറുതിമുട്ടിയിട്ടുള്ള ജനങ്ങളാണ് ഈ ഭരണകൂടങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് ഈ പഞ്ചായത്തിൻ്റെ അധികാരത്തിലിരിക്കുന്നത് ജനവിരുദ്ധ സർക്കാരാണെന്നുള്ളത് ജനങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല. പ്രാദേശിക സർക്കാർ എങ്ങനെയാകണമെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കാലം അത്രയും ഈ കരുവാരക്കുണ്ടിനെ ഭരിച്ചിരുന്നു ജനാധിപത്യ മുന്നണി. ജനാധിപത്യ മുന്നണി ഭരിച്ച സമയത്ത് ജനങ്ങൾക്ക് ഇങ്ങനെ ദുരിതങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലേക്ക് ചെന്നിട്ട് അവരുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെതായിട്ടുള്ള റെഡ് ടാപ്പിസത്തിൽ പെട്ട് കഴിയുകയാണ് അവർ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം പെൻഷനാണ് ആളുകൾക്ക് ഇന്ന് ഏറെ ആകർഷണീയതയുള്ള ഒന്നായിട്ട് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ പെൻഷൻ എന്ന് പറയുന്ന പദ്ധതി എങ്ങനെയാണ് മലയാളക്കരയിൽ ആകർഷണീയത ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അച്യുതാനന്ദൻ സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് 300 രൂപയായിരുന്നു ഈ നാട്ടിൽ പെൻഷൻ ഉണ്ടായിരുന്നത്. 300 രൂപ പെൻഷനുള്ള സമയത്ത് അധികം ആളുകളൊന്നും പെൻഷന് വേണ്ടി അപേക്ഷിച്ചിരുന്നില്ല. കൂലിപ്പണി ഒഴിവാക്കി ഒരു ദിവസത്തെയും 2 ദിവസത്തേക്ക് പണി ഒഴിവാക്കിയിട്ട് പഞ്ചായത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമായിരുന്നു. അതുമാത്രമല്ല കിട്ടുന്ന സംഖ്യക്ക് അത്ര വലിയൊരു ആകർഷണീയതയില്ലല്ലോ. എന്നാൽ കേരളത്തിലേക്ക് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിലേക്ക് വന്നു. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിലേക്ക് വന്ന സമയത്ത് ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു ജനനേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിലേക്ക് വന്ന സമയത്ത് ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പെൻഷന്റെ സംഖ്യ കൂട്ടാൻ തീരുമാനിച്ചു. ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് BPL കാർഡുള്ളവർക്ക് പെൻഷൻ അപേക്ഷ കൊടുക്കാമായിരുന്നു. അതായിരുന്നു, അതിനപ്പുറത്തേക്കുള്ള ഒരാൾക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയില്ലായിരുന്നു. ആ മാനദണ്ഡം തന്നെ നമ്മൾ ഒഴിവാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വരുമാന പരിധി 25,000 ആയിരുന്നു വരുമാന പരിധി ഉണ്ടായിരുന്നത്. ആ 25,000 ഉണ്ടായിരുന്ന വരുമാന പരിധി 1 ലക്ഷമാക്കിയിട്ട് ഉയർത്തുകയുണ്ടായി.